എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീടുകളിലൂടെയുള്ള വിതരണം നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് മാത്രമായിരിക്കും ഇനി വീടുകളിൽ പെൻഷൻ എത്തുക. സംസ്ഥാനത്ത് 54 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും 10 ലക്ഷത്തിലധികം ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുമായി 64 ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ പകുതിയോളം ആളുകൾക്കായിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയിരുന്നത്. എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. മാറ്റങ്ങൾ വരുമ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓണ പെൻഷൻ വിതരണം എന്നുണ്ടാകും. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം, വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം, പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പങ്കുവെക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ നിന്നും സർവീസ് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ഇത് പ്രകാരം ഇനി മുതൽ വാണിജ്യ ബാങ്കുകളിലൂടെ മാത്രമായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. കാർഷിക ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും പൂർണ്ണമായും നിർത്തി. സംസ്ഥാനത്ത് 2016 മുതലാണ് സർവീസ് സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകിയിരുന്നത്. പെൻഷൻ തുക കൂടുതൽ സുതാര്യമായി കൃത്യമായ ആളുകൾക്ക് തന്നെ എത്തുന്നതിനു വേണ്ടിയും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുമാണ് സംസ്ഥാന സർക്കാർ ഈ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് 10 ദിവസത്തോളം താമസിച്ചാണ് പല ആളുകൾക്കും വീടുകളിൽ പെൻഷൻ എത്തുന്നത്. ഈ കാലതാമസം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പെൻഷൻ തുക പല വിതരണക്കാരും തട്ടിയെടുക്കുന്നു എന്ന ആക്ഷേപവും കേസും നിലവിൽ മുമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 മാസത്തേക്ക് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കമ്മീഷൻ എടുക്കുന്ന പരിപാടിയും ഒറ്റപ്പെട്ട സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വിതരണം ചെയ്യുന്നത് തുടരും. ആരായിരിക്കും വിതരണം ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭ്യമല്ല. എങ്കിലും കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം വീണ്ടും തുടരും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ വീടുകളിൽ പെൻഷൻ എത്തുന്ന ആളുകൾ പല ആളുകളും സേവനയിൽ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് എടുത്തുകൊണ്ട് സഹകരണ ബാങ്കുകളല്ലാതെ വാണിജ്യ ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കുകയും ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് സേവനയിൽ അപ്ലോഡ് ചെയ്യുകയും വേണ്ടി വരും. അത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയൊക്കെ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സർക്കുലർ സർക്കാരിൻ്റെത് ഇറങ്ങേണ്ടതുണ്ട്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേസമയം ഓണ പെൻഷൻ വിതരണം പഴയതുപോലെ തന്നെയായിരിക്കും, വീടുകളിലെത്തും. അതുപോലെ തന്നെ കയ്യിലും വിതരണം ഉണ്ടാകും. അടുത്ത മാസം മുതൽ ആയിരിക്കും, അല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ മാസത്തെ പെൻഷൻ പഴയതുപോലെ തന്നെയായിരിക്കും ലഭിക്കുക. 15-ന് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ, അതായത് തിരുവോണത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പകുതിയിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 30-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുള്ളിൽ ചെയ്താൽ മതി. കഴിയുന്നതും വേഗത്തിൽ ചെയ്യുക. അവസാന സമയത്ത് തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പെൻഷൻ മുടങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാത്തവർക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. 2022-ലും 2023-ലൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ളവർക്ക് മാത്രമായിരുന്നു അന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇതുവരെ ഈ കാലയളവിൽ വരെ നൽകാത്തവർക്കാണ് ഈ ജൂലൈ മാസം മുതൽ പെൻഷൻ മുടങ്ങി തുടങ്ങിയത്. അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പോലും ഈ മാസത്തെ, അതായത് ഓണ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത ഇല്ല. അടുത്ത മാസം മുതലായിരിക്കും വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.